ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി രേവതിയുടെ മുന്നിൽ തൻ്റെ സങ്കടങ്ങൾ പറയുവാണ്. എന്നെ അമ്മ മകനായി കണ്ടില്ല, എന്നെ മകനായി സ്നേഹിച്ചില്ല, പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനും അച്ഛമ്മയും ഉണ്ടല്ലോ എന്നും പറഞ്ഞു. അപ്പോൾ രേവതിക്ക് ഇതൊക്കെ കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ നീയും എനിക്കില്ലേന്ന് ചോദിച്ചു. അമ്മയുടെ സ്നേഹം ഒന്ന് അത് വേറെ തന്നെയാണ് അല്ല രേവതി എന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് ചോദിക്കും കേട്ടോ, കരഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇങ്ങനെ നിന്ന് കരയുവാണ്. അത് കിട്ടാതിരിക്കുമ്പോൾ അത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടവും ഭയങ്കര ഇതായിട്ടിരിക്കുക കേട്ടോ നമ്മുടെ സച്ചി. രേവതി ആണെങ്കിൽ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മാത്രം ഞാൻ എന്ത് പാപമാണ് ചെയ്തതെന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിയോട് ചോദിക്കുവാണ്. അമ്മയെ ചേർത്ത് പിടിക്കണം, എല്ലാ മക്കളെയും പോലെ അമ്മയുടെ മടിയിൽ തല ചായച്ച് കിടക്കണം, അമ്മയുടെ സ്നേഹം അനുഭവിക്കണം, അമ്മ ചോറ് വാരി തരണം, അങ്ങനെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ തൻ്റെ സങ്കടം രേവതിയോട് പറയുമ്പോൾ സച്ചേട്ട സങ്കടപ്പെടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ സച്ചിയുടെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്ത് ഇങ്ങനെ സച്ചിയെ സമാധാനിപ്പിക്കുകയാണ്. എല്ലാ ആഗ്രഹങ്ങളും ഒരിക്കലും നടക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുവരെ അമ്മയുടെ സ്നേഹം കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടം സച്ചിയേട്ടന് വേണ്ട. ഞാൻ സച്ചേട്ടൻ്റെ ഭാര്യ മാത്രമല്ല, അമ്മയും സഹോദരിയും ഒക്കെയാണെന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ പറയുക. ഞാനുണ്ട് എൻ്റെ സച്ചേട്ടന്, ഒരമ്മയുടെ സ്നേഹം എല്ലാം എൻ്റെ സച്ചേട്ടന് ഞാൻ തരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് അങ്ങനെ അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് നമ്മുടെ രേവതി സച്ചിയെ വിളിച്ചടുത്തിരുത്തി. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രേവതി സച്ചിയെ തൻ്റെ മടിയിലേക്ക് ഇങ്ങനെ കിടത്തി എന്നിട്ട് തലയൊക്കെ തലോടി കൊടുക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. എന്തായാലും അവരുടെ ആ ഒരു സ്വർഗത്തിലേക്ക് ആർക്കും കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അവർ സ്വന്തം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചന്ദ്രമതിയും രവിയേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ബാഗുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നു. അപ്പോൾ രേവതിക്ക് ബാഗെല്ലാം എടുത്ത് നമ്മുടെ സച്ചി കൊടുക്കുന്നു, പിന്നെ ഡിക്കി അടയ്ക്കുന്നു. അങ്ങനെ ഇവരെല്ലാം എടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ചന്ദ്രമതിയും അതുപോലെ നമ്മുടെ രവിയേട്ടനും അവിടെ നിൽക്കുമ്പോൾ രേവതിയോട് കട തുറക്കുന്നതിനെ പറ്റി പറഞ്ഞു അവിടെ വെച്ച് സച്ചി. അന്നേരം ഷോപ്പ് തുറക്കുവാണെന്ന് പത്രത്തിലും അതുപോലെ TV-യിലൊക്കെ പരസ്യം കൊടുക്കുക, എല്ലാവരും അറിയട്ടെ, ആയിരക്കണക്കിന് കസ്റ്റമേഴ്സുള്ള ഷോപ്പിംഗ് മോളല്ലേ തുറക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇവരെ പരിഹസിക്കുക. അപ്പോൾ നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ എന്നും പറഞ്ഞ് നിൽക്കുക. വീട്ടിൽ വന്ന് കയറിയില്ല, അതിനു മുന്നേ നീ തുടങ്ങിക്കോളാൻ പറഞ്ഞു രവിയേട്ടൻ. അല്ല, അവൻ പറഞ്ഞത് കേട്ടില്ലേ രവിയേട്ട, എത്രയോ പേര് വന്ന് മടങ്ങിപ്പോയി കാണുമെന്ന്, പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അന്നേരം കളിയാക്കി പറയണം. രവിയേട്ട, ആ പൂക്കട അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എടുത്ത് കളയാൻ നോക്കാനായിട്ട് ചന്ദ്രമതി അന്നേരം പറയാം. അത് വലിയ ഷോപ്പിംഗ് മാളൊന്നും അല്ല, എന്നാലും കട വെച്ച് കുറച്ച് നാളുകൾക്കധികം തന്നെ കട ഫേമസ് ആയെന്നുള്ള കാര്യം നമ്മുടെ സച്ചി പറഞ്ഞു. രേവതിയും ഫേമസ് ആയി. നമ്മുടെ അച്ഛമ്മയുടെ അടുത്തായിരുന്നപ്പം എത്ര പേരാ രേവതിയെ വിളിച്ച് എന്താ കട തുറക്കാത്തതെന്ന് ചോദിച്ചതെന്ന് സച്ചി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അച്ഛൻ ശരിയാണെന്ന് പറഞ്ഞു. കസ്റ്റമേഴ്സിനൊക്കെ രേവതി അത്രയ്ക്ക് ഇഷ്ടമാണെന്ന കാര്യവും പറഞ്ഞ് സച്ചി ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ, വരുന്ന ഇലക്ഷൻ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് രേവതി നിന്നാലേ ഉറപ്പായിട്ടും രേവതി ജയിക്കുമെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. ജയിക്കും, അത്രയ്ക്ക് ജനസമ്മതി ഉണ്ടല്ലോ ഇവക്ക്. രേവതി ഒന്നും മിണ്ടുന്നില്ല. ഒന്ന് പോടാ അവിടുന്ന്. ഇലക്ഷന് നിന്നാലേ ഇവൾക്ക് 2 വോട്ട് കിട്ടും, ഒന്ന് നിന്റെ ഒന്ന് ഇവളുടെ, വേറെ ആരുടെ വോട്ട് കിട്ടാൻ പോണില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ അന്നേരം കളിയാക്കണം. ചന്ദ്രൻ നിന്റെ വായിക്ക് പൂട്ടിടേണ്ട സമയം കഴിഞ്ഞോട്ടെ, നീ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. സച്ചിയും രേവതിയും എന്ത് പറഞ്ഞാലും നീ അതങ്ങ് ഏച്ചു പിടിച്ചോളൂല്ലോ, വാ തുറക്കാതെ അകത്ത് കയറി പോകാൻ നോക്കാൻ പറഞ്ഞ് നമ്മുടെ രവിയേട്ടൻ പറയുമ്പോൾ ഇത് തുറക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുക ചന്ദ്രമതി. അകത്തേക്ക് കയറിയില്ല, അതിന് മുമ്പ് ഇവിടെ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുക രവിയേട്ടൻ. അപ്പോഴത്തേക്കും സുധി ഗേറ്റ് തുറന്നു. ഇവരെല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. എല്ലാവരും കയറി ചെന്ന് അകത്തിരിക്കാം. എൻ്റെ ദൈവമേ, ഇപ്പോഴൊന്ന് ശ്വാസം വിട്ടത്, ഇപ്പോഴാണ് എനിക്ക് നേരാജുവാനെ ഒരു ഓക്സിജൻ കിട്ടിയത്, അവിടെ ഒരാളെ ശ്വാസം മുട്ടിക്കായിരുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുമ്പോൾ എൻ്റെ അമ്മയായിരിക്കുമല്ലേ നീ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു രവിയേട്ടൻ. അതെ, ശ്രുതിയുടെ ഇളയച്ചൻ വന്നത് ആകെ ഉണ്ടായിരുന്ന ഒരു സന്തോഷമെന്നും പറഞ്ഞ് ചന്ദ്രമതി. ചിലരൊക്കെ ചോദിച്ചിരുന്നു, പൊങ്കലിന് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ആരും എന്താ തട്ടൊന്നും കൊണ്ടുവരാത്തെ, അവൾക്ക് അച്ഛനും ബന്ധുക്കളും ഒന്നും ഇല്ലേന്നൊക്കെ. അതിനുള്ള മറുപടി കിട്ടിയല്ലോ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോ, അച്ഛാ, ഈ ചിലരൊക്കെ എന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണെന്ന് സച്ചി പറഞ്ഞു. അതൊക്കെ എനിക്ക് മനസ്സിലായടാ എന്ന് രവിയേട്ടൻ. ശ്രുതിയുടെ ഇളയച്ചൻ മലേഷ്യയിൽ വന്ന് ശ്രുതിക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ കൊടുത്തു. അപ്പോഴത്തേക്ക് ശ്രുതി അവിടെ നിന്ന് പറയാം, ധനി തങ്കം. ശ്രുതി ആരാണെന്ന് ഇപ്പൊ ചിലർക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്ന് ചന്ദ്രമതി പറയുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ശ്രുതി. ഇവൾ ആരാണെന്ന് എനിക്ക് മുന്നേ മനസ്സിലായതാ, ഇപ്പോഴല്ല എന്ന കാര്യം സച്ചി അന്നേരം ഒന്ന് പറഞ്ഞു. അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കുക ശ്രുതിയെ.
അപ്പോൾ ശ്രീകാന്തെ നമുക്ക് മുറിയിലേക്ക് പോകാം, കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് എനിക്ക് സ്റ്റുഡിയോയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. അപ്പോൾ വർഷ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ രേവതി അകത്തേക്ക് കയറി പോകും നോക്കുന്നു. അപ്പോൾ നീ എവിടെ പോവാന്ന് ചോദിച്ചു. മുറിയിലേക്ക് പോവാണെന്ന് പറഞ്ഞു. ബാഗൊക്കെ മുറിയിൽ കൊണ്ടുവച്ചിട്ട് പൂക്കടയിൽ പോകണമെന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പം അവിടെ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ നീ. നിന്റെ അച്ഛമ്മ നിന്നെ കയ്യിലെടുത്തായിരുന്നല്ലോ നടന്നിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് പറയാം. ഇപ്പോഴും അവിടെയാണെന്ന് നീ കരുതണ്ട, ഇത് എൻ്റെ വീടാ, എൻ്റെ വീട്ടിലാ ഇപ്പൊ നീ ഉള്ളത്, ഇവിടെ ഞാൻ പറയുന്നത് നീ അനുസരിക്കണമെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ രേവതിയോട് പറയുമ്പോൾ വീട്ടുകാര് അടിച്ച രസീത് എടുത്ത് നിങ്ങളുടെ നെറ്റിക്ക് തന്നെ അടിച്ചു വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും അറിയും ഇത് നിങ്ങളുടെ വീടാണെന്ന്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കിടന്ന് വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് സച്ചി പറഞ്ഞു. കറക്റ്റ് എന്ന് പറഞ്ഞ് അന്നേരം അച്ഛൻ അവിടെ ഇരിക്കുക. അപ്പൊ നീ മിണ്ടാതിരിയടാ അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയോട് ദേഷ്യപ്പെടുന്നു. രേവതി ചെന്ന് എല്ലാവർക്കും കോഫി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ചന്ദ്രമതി. അമ്മ എനിക്ക് കട തുറക്കണമെന്ന് രേവതി പറയുമ്പോൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മതി നിന്റെ കട തുറക്കല്, അവിടെ ആൾക്കാർ മാല വാങ്ങാൻ ക്യൂ നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ കളിയാക്കുവാണ്. ആ സമയത്ത് ഇവർക്കൊക്കെ ജോലിക്ക് പോകാനുള്ളതാ, ആദ്യം നീ പോയി കോഫി എടുക്കുക, അത് കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കുക, അവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് വയറ് ശരിയല്ലെന്ന് ചന്ദ്രമതി പറയാം. പോയതിന് ശേഷം വായിക്ക് രുചിയായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പം അവിടെ ഭക്ഷണം ഉണ്ടാക്കിയത് നിങ്ങളും നിങ്ങളുടെ തലയിൽ വെക്കുന്ന മരുമക്കളും കൂടിയല്ലേ, പിന്നെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാകുമെന്ന് സച്ചി അന്നേരം ചോദിച്ചു. രേവതി അകത്തേക്ക് കയറിപ്പോയപ്പം ശ്രുതി നമുക്ക് മുറിയിലേക്ക് കയറി പോവാമെന്ന് പറഞ്ഞു. ശ്രുതി പോകാൻ നോക്കുമ്പോൾ എടാ എന്നും പറഞ്ഞ് നമ്മുടെ വിളിച്ചു സച്ചി. എപ്പോൾ നോക്കിയാലും മുറി നിന്റെ മുറി ആരെങ്കിലും എടുത്തോണ്ട് പോകുന്നുണ്ടോടാ എന്ന് ചോദിച്ചു സച്ചി. ചേട്ടാ ഇതെന്തോന്ന് പാട്, എടാ ഞാൻ എൻ്റെ മുറിയിലേക്കല്ലേ പോകുന്നു ശ്രുതി സച്ചിയോട് ചോദിക്കാം. അവരവരുടെ മുറിയിലേക്ക് പോകുന്നു, അതിന് നിനക്കെന്താ, നീ വേണമെങ്കിൽ നിന്റെ റൂമിലേക്ക് പോയിരിക്കാൻ ചന്ദ്രമതി സച്ചിയോട് പറയാം. നിങ്ങളെയല്ലേ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു വിടുക. ശരി ശ്രുതി മുറി എന്ന് പറയണേ ഇവന് ഭ്രാന്തായാലോ എന്ന് പറഞ്ഞിട്ട് പുറത്തോണ്ട് പോവുകയാണ് ശ്രുതി. ഈ സമയം എല്ലാവർക്കും റൂമുണ്ട്, ഞങ്ങൾക്ക് മാത്രം റൂമില്ല, ഞങ്ങൾക്ക് ഹാളിൽ കിടക്കേണ്ടി വന്നത് നീ കാരണമാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ സച്ചിയെ കുറ്റപ്പെടുത്തുമ്പം കഴിഞ്ഞ കാര്യമൊക്കെ എന്തിനാ നീ ഇപ്പം എടുത്തിട്ടത്, ഇവനല്ലേ എല്ലാം തുടങ്ങി വെച്ചതെന്ന് ചന്ദ്രമതി സച്ചിയോട് ചോദിച്ചു. സച്ചി തുറച്ചു നോക്കി നിൽക്കുക കേട്ടോ. ശ്രുതിയെ മുന്നിൽ കണ്ട ഇവൻ എന്തെങ്കിലും പറയണം, അവനെ കളിയാക്കിയില്ലെങ്കിൽ ഇവന് ഓർക്കം വരില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറയാം. അപ്പോഴും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതിയുടെ ഇളയച്ചന്റെ മുന്നിൽ വെച്ച് പോലും ഇവൻ ശ്രുതിയെ കൊച്ചാക്കി സംസാരിക്കുകയല്ലേ ചെയ്തത്, അതിൻ്റെയൊക്കെ ആവശ്യം ഇവനുണ്ടോയെന്നും ചോദിച്ചു ചന്ദ്രമതി ഡയലോഗുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കട്ടോ. എനിക്കിവിടെ മുറി കിട്ടുന്നത് പറഞ്ഞ മുറിയുടെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം നീ ഇനിയിപ്പോൾ അധികം നാളത് പറയേണ്ടി വരില്ല, ഈ വീട്ടിൽ ഒരു മുറി കൂടി കൂട്ടിയെടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം നമ്മുടെ രവിയേട്ടൻ പറയാം. ഒരു മുറി കൂടി കൂട്ടിക്കെട്ടിയ രേവതിയെ മുറിക്ക് പുറത്താക്കി ഹാളിൽ കിടത്തണം എന്നുള്ള എൻ്റെ ആഗ്രഹം അത് നടക്കില്ല എന്ന് ചന്ദ്രമതി മനസ്സിൽ ചിന്തിക്കുക. അപ്പോഴേക്കും നമ്മുടെ സച്ചിയും രവിയേട്ടനും ഇങ്ങനെ നോക്കുക എന്നും ചോദിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും നീ എന്താ ചന്ദ്ര ഇതിന് മാത്രം എത്ര ആലോചിക്കാനുള്ളതെന്ന് ചോദിച്ചു. അതിന് വീണ്ടും കടം വാങ്ങിക്കണ്ടേ എന്ന് ചന്ദ്രമതി ചോദിക്കുക കേട്ടോ. ഇപ്പൊ തൽക്കാലം മുറി ഒന്നും കൂട്ടിയെടുക്കേണ്ട കാര്യമില്ല എന്ന് ചന്ദ്രമതി അന്നേരം പറഞ്ഞു. പിന്നെ ചിലർ വിചാരിച്ചാൽ നമുക്ക് മുറിയിലൊക്കെ കിടക്കാം. അപ്പം എന്നും പറഞ്ഞ് സച്ചി തലയാട്ടിയേച്ച് അവിടെ നിന്ന് അങ്ങ് പോയി. സച്ചി തലയാട്ടിയേച്ച് അങ്ങ് പോയപ്പം വർഷ വലിയ വീട്ടിലെ പെണ്ണ, ശ്രുതി മലേഷ്യയിൽ കോടീശ്വരന്റെ മകളും. പിന്നെ അവരൊക്കെ ഇവിടെ വരുന്നതിന് മുന്നേ നല്ല റൂമിലൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെന്നും ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് രേവതിയിലേക്കാണ് വരുന്നതെന്ന് പുള്ളിക്കാരന് മനസ്സിലായി. എന്നാൽ ചിലരൊക്കെ ചോർന്നൊലിക്കുന്ന വീടിന്റെ ഹാളിലും മറ്റും കിടന്നിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ കുത്തുക. രേവതി എല്ലാം കേട്ടുകൊണ്ട് നിന്ന് ചായ എടുക്കുക കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ചിലർക്ക് AC-യുള്ള മുറി തന്നെ വേണം. അപ്പൊ നമ്മുടെ സച്ചി അത് കേട്ടോണ്ട് വന്നിട്ട് രേവതി അമ്മ ചുറ്റി വളഞ്ഞു പറയുന്നതേ നിന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു എനിക്കത് മനസ്സിലാകുന്നുണ്ട് സച്ചേട്ടാ, അപ്പൊ ഈ കോഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എടുത്തോളാൻ പറഞ്ഞു. അത് അച്ഛനുള്ളതാ, മധുരം ഇട്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തു കൊടുക്കുക. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കോഫി അമ്മയ്ക്കുള്ളതായിരിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടതേ അതിനകത്തേക്ക് കുറേ കൂടി അങ്ങ് പഞ്ചസാര എടുത്ത് നമ്മുടെ സച്ചി അങ്ങോട്ട് ഇട്ടു. പഞ്ചസാരയാണോ ഉപ്പാണോ എന്തോ കുറെ കോരി ഇട്ടു. ആ സമയം അമ്മ ചുറ്റി വളഞ്ഞും പറയും നേരിട്ടും പറയും എത്ര കേട്ടിട്ടുള്ളതാ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി തിരിഞ്ഞു നിൽക്കുക. അപ്പോൾ സച്ചി ഇതെല്ലാം ഇട്ടിട്ട് ഇളക്കി നല്ല സെറ്റാക്കി വെച്ചു. അപ്പം നിനക്കിതൊക്കെ കേട്ട് സങ്കടം എന്നില്ലേന്ന് ചോദിച്ചപ്പോൾ കേട്ട് ശീലമായതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതി. അപ്പോഴത്തേക്കും സച്ചി ചായ എടുത്ത് കുടിച്ചുകൊണ്ട് നിൽക്കാം. എവിടെ കിടക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയണം. വീട്ടിൽ ഞങ്ങളെല്ലാവരും ഹോളിൽ ഒരുമിച്ചാണ് കിടന്നിരുന്നതെന്നും കട്ടിലും കിടക്കയും AC-യും ഒന്നും ഇല്ല അവിടെ നിന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ പറയുക കേട്ടോ. നല്ല സുഖവും സന്തോഷവും ഉണ്ടായിരുന്നു, നന്നായിട്ട് ഉറങ്ങാനും കഴിഞ്ഞിരുന്നു എന്നും
ആ ഓരോ ഓർമ്മകളും തന്നെ മതി, അത് തന്നെ ഒരു സുഖ സച്ചേട്ടാന്ന് പറഞ്ഞു രേവതി. അപ്പം അമ്മയ്ക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് സച്ചി അന്നേരം പറഞ്ഞു. സച്ചേട്ടനെയും അമ്മ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന് രേവതി പറയുകയാണ് നേരം. എന്തേലും ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ചായ എടുത്തോണ്ട് നീ അമ്മ ചായ കുടിക്കുന്ന എനിക്കത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് അച്ഛന് കൊണ്ടുവന്ന് ചായ കൊടുത്തു. അപ്പോൾ അച്ഛൻ എടുക്കാൻ അയ്യോ അതല്ല അച്ഛാ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് മധുരം ഇടാത്തത് കൊടുത്തു. ഈ സമയത്ത് രേവതി കൊണ്ടുവന്ന് അമ്മയ്ക്കും ചായ കൊടുത്തു. അമ്മ ചായ കുടിച്ചപ്പോൾ പൂന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ തുപ്പ്. നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക. എന്താടി നീ കാണിച്ചു വെച്ചേക്കുന്നത്, ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചസാര മുഴുവൻ നീ ഇതിലിട്ടോന്ന് ചന്ദ്രമതി ചോദിക്കുക രേവതിയോട്. അപ്പോൾ സച്ചി ഇങ്ങനെ നിൽക്കുക, മധുരച്ചിട്ട് എനിക്ക് കുടിക്കാനേ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് രേവതി ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ലല്ലോ അമ്മേ, എപ്പോഴും ഇടുന്നത് പോലെ തന്നെയാണല്ലോ ഇട്ടത്, അമ്മയ്ക്ക് തോന്നുന്നതായിരിക്കും എന്ന് രേവതി ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ സച്ചി അച്ഛാ അതെ ഷുഗർ ഉണ്ടെങ്കിൽ ഇങ്ങനെ തോന്നുമല്ലേ അച്ഛാ എന്ന് ചന്ദ്രമതിയെ പറ്റി പറയാം സച്ചി. അപ്പോൾ അച്ഛാ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് അച്ഛാ, നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ചന്ദ്രമതിയെ ഷുഗറോ എനിക്കോ? ചന്ദ്രൻ നീ പെട്ടെന്ന് റെഡിയോ, നമുക്ക് ഡോക്ടറെ കാണിക്കാം, ഈ ഷുഗർ വലിയ പ്രശ്നമുള്ള കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഷുഗറൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ മധുരം മുഴുവൻ ചന്ദ്രമതി ഇങ്ങനെ കൂട്ടിച്ച് കടിച്ചിറക്കുക. ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പും എരിവും ഒക്കെ ഇതുപോലെ കറക്റ്റായിട്ട് ഇടും കേട്ടോ എന്ന് നമ്മുടെ ചന്ദ്രമതി രേവതിയോട് പറഞ്ഞു. ഇടാം എന്ന് ചന്ദ്രമതി പറഞ്ഞിട്ട് രേവതി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോയി. ചന്ദ്രമതി അന്നേരം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എൻ്റെ ഈശ്വരോ ഞാൻ എങ്ങനെ കുടിക്കും, ഇതെങ്ങനെയൊന്ന് ഇറക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഇരുന്ന് കുടിക്കുന്നത് നമ്മുടെ സച്ചി നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ ചായ മുഴുവനും കുടിച്ച് എങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും രവിയേട്ടൻ നോക്കി ഒരു ചിരിയും ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സച്ചിക്ക് അതിനേക്കാളും വലിയ ചിരി. സച്ചി എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ അങ്ങ് പോയി. തൊട്ടടുത്ത നിമിഷം നമ്മുടെ രവിയേട്ടൻ അവിടെ ആ സോഫയിലേക്ക് അങ്ങ് കിടന്നു. അപ്പോഴത്തേക്കും ചന്ദ്രമതി ബാഗൊക്കെ എടുത്തു വയ്ക്കാനായിട്ട് പോയി. പെട്ടെന്നാണ് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഭാമ നീ വന്നോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പം സമയം എത്രയായി? സോറി ചന്ദ്രേ, ഞാൻ വരാനേ ഒരല്പം ലേറ്റ് ആയി പോയെന്നും പറഞ്ഞുകൊണ്ട് ഭാമ പറയാം. നീ വിളിച്ച ഉടനെ എനിക്ക് വരാൻ പറ്റിയില്ലെന്നേ, നീ വാ എന്നും പറഞ്ഞു ഭാമയെ വിളിച്ച് അകത്തേക്ക് കയറ്റി. ചന്ദ്രമതി ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നിന്റെ പൂക്കട തുറന്നിട്ടില്ലല്ലോ, എന്ത് പറ്റി എന്ന് ഭാമ ഇങ്ങനെ ചോദിച്ചപ്പം എൻ്റെ പൂക്കടയോ? ചന്ദ്രമതി ഫ്ലവർ ഷോപ്പ് എന്നല്ലേ കടയുടെ പേര്, നിന്റെ പേരിലല്ലേ പൂക്കട തുടങ്ങിയിരിക്കുന്നത്, എൻ്റെ പേരിട്ടത് കൊണ്ട് അത് എൻ്റെ പൂക്കടയാകുമോ എന്നും ചോദിച്ചുകൊണ്ട് നേരം പുള്ളിക്കാരി ദേഷ്യപ്പെടുക. പൂക്കടയെന്ന് കേൾക്കുമ്പോഴേ എൻ്റെ ഉള്ളംകാല് പെരുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നീ എന്നെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കരുതെന്നും പറഞ്ഞു. അപ്പം ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ദിവസം അവിടെ എങ്ങനെയാണ് പിടിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, നിനക്ക് എന്തും പറയാം, 2-3 ദിവസം കൂടെ അവിടെ നിന്നായിരുന്നെങ്കിൽ എൻ്റെ കഥ തീർന്നേനെ, നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു ചന്ദ്രമതിയെ. അല്ല എന്തിനാ നീ എന്നോട് വരാൻ പറഞ്ഞ? അപ്പം നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതെ രവിയേട്ടൻ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് ഉറക്കം നടിക്കുന്നതാകും, നീ വാ നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി കൂട്ടുകാരിയെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിയിരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് വാതിൽ തുറക്കുകയോ വാതിലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും വർഷ വന്ന് വാതിലൊരു ഒറ്റ അടയുമായിരുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി എന്നും പറഞ്ഞു നിൽക്കുന്നു. ഭാമയും അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ, മുഖത്തടിച്ചതുപോലെ ആയിപ്പോയി അത്. എന്തായാലും നമ്മുടെ വർഷ അന്നേരം ഇങ്ങനെ മൊബൈലും കുത്തിക്കൊണ്ട് ഇങ്ങ് പോരുന്നു. അപ്പോൾ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടു. വർഷ എന്ന് വാതിൽ തുറന്നു. മോളെന്താ എന്നെ കണ്ടിട്ട് വാതിൽ അടച്ചേന്ന് ചോദിച്ചു. അയ്യോ ആൻറ്റി വന്നായിരുന്നോ, ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് വർഷ എന്നേരം പറയുമോ. അതെ എനിക്കൊന്ന് ഡ്രസ്സ് ചെയ്യണമായിരുന്നു. ശരിയേ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ വീണ്ടും വാതിലടച്ചു. വർഷ വീണ്ടും വാതിലടച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ആകെ ചമ്മി നിൽക്കുക. അതുപോലെ തന്നെ ചന്ദ്രമതി ചേളിപ്പോയി. അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്നിട്ട് ഇറങ്ങി വന്നു. നിന്റെ മരുമോള് നമ്മുടെ മുഖത്ത് നോക്കി വാതിലടച്ച് കളഞ്ഞല്ലേ ചന്ദ്രേ, അവള് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി അടച്ചതാ, വേറൊന്നും ഉദ്ദേശിച്ചല്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി അന്നേരം പറഞ്ഞു. ഭാമ വാ നമുക്ക് സുധിയുടെ മുറിയിൽ പോയിരുന്ന് സംസാരിക്കാം ബാ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയുടെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ ഭാമ പോകാതെ അവിടെ തന്നെ നിൽക്കുക. നീ വാ ഭാമയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് ശ്രുതിമോൾ അവിടെ ഇരുന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് നമ്മുടെ സുധി അവിടെ കിടക്കുക. ആ സമയത്ത് ഇൻ്റർവ്യൂ ഒന്നും പോകുന്നില്ലേ, എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചു. അയ്യോ നാട്ടിൽ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ, ഞാൻ ആകെ ടയേർഡാണെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കണം, പിന്നീട് പോകാമെന്ന്. അപ്പം ഞാൻ എന്താ ടയേർഡല്ലേ, നാട്ടിൽ വന്ന ഉടനെ ഞാൻ പാർലറിൽ പോവുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ശ്രുതി നിന്നോട് ആരാ പോകാൻ പറഞ്ഞത്, നിനക്ക് ഇവിടെ കിടന്ന് റെസ്റ്റ് എടുത്തുകൂടെ എന്ന് ഇവർ തമ്മിൽ ചോദിക്കുക. അങ്ങനെ ആ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ കയറി വരുന്നത്. അതെ നമുക്ക് ഏതെങ്കിലും സിനിമയ്ക്ക് പോയാലോ, ഞാൻ ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു സുധി. അപ്പം സുധി എന്താ കുട്ടികളി കളിക്കുകയാണെന്ന് ചോദിച്ചു. ഇവർ രണ്ടുപേരും കൂടെ പൂരം ഉടക്ക്. അപ്പോൾ ഇത് ചന്ദ്രമതി കേൾക്കുക. പെട്ടെന്ന് ജോലി കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇവിടെ കയറി ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു. ആരെങ്കിലും ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് ഇവിടെ കൊണ്ടുവന്ന് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശ്രുതി നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. ശ്രുതി ദേഷ്യപ്പെടുക. ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യാതെ വീട്ടിൽ തിന്നാന്നാണ് ശ്രുതി കരുതുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ ഭാമ ചിരിക്കാം. വാതിൽ തുറന്നു കിടക്കുക, നീ ഇങ്ങനെ ഒന്ന് ഒച്ച വെക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ
സുധി എന്ന് വാതിൽ ഒരൊറ്റ അട, അതോ അവരുടെ മുഖത്ത് അടച്ചതുപോലെ ആയിപ്പോയി. ദേ അവൾ അവനെ വഴക്ക് പറയുവാണോ? അയ്യോ, വഴക്കൊന്നും പറയുന്നതല്ല ഭാമേ, സംസാരിക്കുമ്പോഴേ കുറച്ച് ശബ്ദം കൂടിപ്പോയി, അതാ. അപ്പം നിനക്ക് ഈ റൂമിലും ഇടവില്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ. അപ്പോൾ 2 മക്കളും തള്ളയെ ചവിട്ടി പുറത്താക്കിയെന്ന് അർത്ഥം. അപ്പം രേവതി അടുക്കളയിലാണ് ഉള്ളത്, നമുക്ക് അവളുടെ മുറിയിൽ പോയിരുന്ന് സംസാരിക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത മുറിയിലേക്ക് പോവുക. അവിടെ ചെന്നപ്പോൾ നമ്മുടെ സച്ചി അവിടെ ഇരിക്കുക. അപ്പോൾ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പം നീ ഒന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. എന്തിന്? എനിക്ക് ഒന്ന് തനിയെ സംസാരിക്കണം. തനിയെ സംസാരിക്കണമെന്നോ? വട്ടു മൂത്തോ നിങ്ങൾക്കൊന്ന് സച്ചി അന്നേരം ചോദിക്കാം. ചെന്ന് ഡോക്ടറോ എല്ലാം കാണാൻ പറഞ്ഞു. അപ്പം അതിനൊരിടത്തും കിടത്തുമല്ലോ നമ്മുടെ സച്ചി. എന്നിട്ട് സച്ചി അവിടെ തന്നെ അങ്ങ് കിടന്നു. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് എടാ എഴുന്നേക്കടാന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക. എനിക്കും ഭാമയ്ക്കും തനിച്ചൊന്ന് സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഭാമ അങ്ങോട്ടേക്ക് വന്നു. സച്ചി ഇങ്ങനെ നോക്കുക. ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നു. അപ്പം നിങ്ങൾ സംസാരിച്ചു, ഇത്രയും ദൂരം വണ്ടി ഓടിച്ചൊന്ന് ഞാൻ മടുത്തു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കാൻ പറഞ്ഞു. റൂമിൽ ആരും ഇല്ലെന്ന് കരുതി സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് ഭാമ അന്നേരം സച്ചിയോട് പറയാം. 2 പേർക്ക് ഹാളിലിരുന്ന് സംസാരിക്കാമല്ലോ എന്ന് സച്ചി പറയുമ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ. അതേ എനിക്കിപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചന്ദ്രമതിയുടെ മോത കയറിയിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ സച്ചി ശ്രദ്ധിക്കാം. ഈ കുടുംബം കുളവാക്കാനുള്ള വല്ല സംസാരമാണോ എന്നാ നേരം ചോദിച്ചു കേട്ടോ സച്ചി. അയ്യോ, ഞങ്ങൾ അങ്ങനെയൊക്കെ സംസാരിക്കുമോ സച്ചി എന്ന് ഭാമ ചോദിച്ചപ്പോൾ പിന്നെന്തിനാ തനിയെ ഇരുന്ന് സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് തോന്നിയതുപോലെ സംസാരിക്കും. നീ എന്തിനാ അതൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ഒച്ചയെടുക്കുക നമ്മുടെ സച്ചിയോട്. മറ്റവരോട് സച്ചി എടുക്കാനൊന്നും പൊങ്ങുല, നാക്ക് പൊങ്ങുകയല്ല. നീ സുഖമായി കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞോട് വാതിൽ കൊട്ടി അടച്ചിട്ട് ചന്ദ്രമതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം നമ്മുടെ സച്ചി എന്തായിരിക്കും അവർക്ക് സംസാരിക്കാനുള്ളത്? എന്തായാലും ആട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ കിടന്നു. എന്നിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ എൻ്റെ ഒരു വിധി, അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് പറയാനാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി തലയും തല്ലിപ്പൊളിച്ച് അവിടെ നിൽക്കുന്നിടത്ത് അന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.